ഹായ് മക്കളെ, അപ്പോൾ നമ്മുടെ ഫിസിക്സിൻ്റെ ക്രിസ്മസ് എക്സാമിനേഷൻ നാളെയാണ് അല്ലേ? എല്ലാവരും എല്ലാം പഠിച്ചു എന്നൊക്കെ എനിക്കറിയാം. എന്നാലും നിങ്ങളൊരു കോൺഫിഡൻസ് കുറവുണ്ട് അല്ലേ? കാരണം എന്തായിരിക്കാം? അതായത് നമ്മൾ കഴിഞ്ഞു പോയ കെമിസ്ട്രിയുടെയും അതേപോലെ തന്നെ മാത്തമാറ്റിക്സിൻ്റെയും കുറേ ക്വസ്റ്റ്യൻസൊക്കെ നമ്മളെ വലിച്ചതുകൊണ്ടാണ് നമുക്ക് ആ ഒരു കോൺഫിഡൻസ് കുറവുള്ളത്. പല കുട്ടികളും നമ്മളോട് മെസ്സേജ് അയക്കുകയുണ്ടായി, സാറേ എല്ലാം പഠിച്ചിട്ട് പോയതാണ്, പക്ഷേ എക്സാം ഹാളിൽ കയറിയപ്പോഴത്തേക്കും പല ക്വസ്റ്റ്യനും എനിക്ക് ആദ്യമായി കാണുന്ന പോലെ എനിക്കല്ലെങ്കിൽ അത് അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞില്ല. പല ക്വസ്റ്റ്യനും ഞാൻ അറിയാവുന്ന ക്വസ്റ്റ്യൻ പോലും ഞാൻ മറന്നു പോവുകയുണ്ടായി. അങ്ങനെ ആകെപ്പാടെ ഒരു വല്ലാത്തൊരവസ്ഥയിലാണ് നമ്മുടെ എക്സാം ഹാളിൽ നിന്നും പുറത്തേക്ക് വന്നത്. പക്ഷേ മക്കളെ, ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. അതെന്തുകൊണ്ടെന്നല്ലേ, നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. നമ്മൾ ഇതുവരെ നമ്മുടെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും അതേപോലെ തന്നെ എളുപ്പത്തിലുള്ള ക്വസ്റ്റ്യനൊക്കെ ചോദിച്ചുകൊണ്ടാണ് ഇരുന്നത് അല്ലേ? എന്നാൽ അതിൽ നിന്ന് വലിയൊരു മാറ്റമാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ കാണാത്ത കുറേ ക്വസ്റ്റ്യനും അതേപോലെ തന്നെ കൺസെപ്റ്റ് ഓറിയൻറ്റഡുള്ള ക്വസ്റ്റ്യൻസിനൊക്കെ അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുകയുണ്ടായി. ഇത് ഫൈനൽ എക്സാമിനേഷനാണ് ഉണ്ടാകുന്നതെങ്കിൽ ആ ഒരു അവസ്ഥയെ നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? അത് നിങ്ങളെ കൊണ്ട് താങ്ങാൻ പറ്റുന്നതായിരിക്കുമോ? ഒരിക്കലുമല്ല. അപ്പോൾ നമുക്കൊരു സൂചന തരികയാണ്, നമ്മുടെ എക്സാമിനേഷൻ്റെ പാറ്റേൺ ഒക്കെ മാറുകയാണ്. നമ്മൾ കുറച്ചുകൂടെ ഗൗരവത്തോടെ നമ്മൾ പഠിച്ചു തുടങ്ങേണ്ടിയിരിക്കുന്നു. ഈ ഒരു ട്രാൻസിഷൻ നേരത്തെ തന്നെ അറിഞ്ഞത് ഒരു നല്ല കാര്യം തന്നെയല്ലേ? കാരണം പബ്ലിക് എക്സാമിന് വേണ്ടി ആ രീതിയിൽ നമുക്ക് പഠിച്ച് മുന്നോട്ടേക്ക് നീങ്ങാൻ സഹായിക്കത്തില്ലേ? മാത്രമല്ല, ഇനിയുള്ള എക്സാമിനേഷന് നല്ല രീതിയിൽ നിങ്ങളെ പ്രിപ്പയർ ചെയ്യിക്കാൻ ഞങ്ങൾ നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാകുന്നതായിരിക്കും മക്കളെ. ഇനി നമുക്ക് നാളെ എഴുതാൻ പോകുന്ന ഫിസിക്സ് എക്സാമിൻ്റെ കേസ് എടുക്കാം. നിങ്ങൾ നന്നായിട്ട് ഇപ്പോൾ പഠിച്ചിട്ടുണ്ട്, ഇനിയിപ്പോൾ നമ്മുടെ സൂപ്പർ 60 ഉണ്ട്. അതും കൂടെ കണ്ടു കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ ഒരു കോൺഫിഡൻസ് ലെവൽ ഒന്നും കൂടെ ഉയരും. എന്നാലും നമുക്കൊരു പേടിയുണ്ടല്ലേ, നമ്മുടെ മാത്തമാറ്റിക്സിൽ സംഭവിച്ച പോലെ ഇവിടെ സംഭവിക്കുമെന്ന്. ആദ്യം തന്നെ ഞാൻ നിങ്ങളോട് കാര്യം പറയുകയാണ്, ക്രിസ്മസ് എക്സാമിനേഷൻ അല്ല നമ്മുടെ ജീവിതം അല്ലെങ്കിൽ നമ്മുടെ ഭാവി തീരുമാനിക്കാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ക്രിസ്മസ് എക്സാമിനേഷനെ അത്ര ഇമ്പോർട്ടൻസ് കൂടി കാണണം. പക്ഷേ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല, നിങ്ങൾ വിട്ടുകളഞ്ഞു നോക്കുക. നമ്മൾ ഫൈനൽ എക്സാമിനേഷന് ഇവിടെ എന്തൊക്കെ സംഭവിച്ചോ ആ പിഴവുകളൊക്കെ നമ്മൾ നികത്തിക്കൊണ്ട് പൂർവാധികം ശക്തിയായിട്ട് മുന്നോട്ട് വരിക തന്നെ ചെയ്യും. അപ്പോൾ നമ്മൾ ക്രിസ്മസ് എക്സാമിനേഷൻ ഫിസിക്സ് ആണല്ലേ, ഇനി നിങ്ങൾ എക്സാമിനേഷൻ ഹാളിൽ കയറി നിങ്ങൾ മുമ്പുണ്ടായ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, വിട്ടുകളഞ്ഞേക്കുക. നിങ്ങൾക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻ ആദ്യം ചെയ്യാൻ തുടങ്ങുക. ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ്റെ എ പാർട്ട് നിങ്ങൾക്ക് അറിയാമായിരിക്കും, ബി പാർട്ട് നിങ്ങൾക്ക് അറിയത്തില്ലായിരിക്കും. മക്കളെ, നിങ്ങൾ ആ എ പാർട്ട് മാത്രം ചെയ്തോളുക. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്, അറിയാത്ത ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് എന്ത് ചെയ്യാൻ പാടില്ല, പതറാൻ പാടില്ല. നിങ്ങൾക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക, ആദ്യം തന്നെ എഴുതി എന്ത് ചെയ്യുക, വരിക. അപ്പോൾ തന്നെ നിങ്ങൾക്കൊരു ബൂസ്റ്റപ്പ് കിട്ടുകയും ഇനി നിങ്ങൾ ആ അറിയാത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. അതെൻ്റെ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ നിങ്ങളോട് പറയുകയാണ്. കാരണം നിങ്ങളെല്ലാം പഠിച്ച മക്കളാണ്. നമ്മൾ പഠിച്ചത് നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കാണ്. അതിനപ്പുറം നമുക്ക് എന്ത് ചെയ്യത്തില്ല, ഒരിക്കലും എക്സാമിന് ചോദിക്കത്തില്ല. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഔട്ട് ഓഫ് സിലബസ് ആയിരിക്കും. അത്രേ ഉള്ളൂ കാര്യം, വേറെ ഒന്നുമില്ല മക്കളെ. പിന്നീട് എല്ലാവരെയും പേടിപ്പിക്കുന്ന സംഗതിയാണ് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ചില കുട്ടികളുണ്ട്, ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ അവർ പഠിച്ചത് മാത്രം ചോദിക്കുവാണെങ്കിൽ എഴുതും. അതിനപ്പുറം ഏതെങ്കിലും ഒരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അവർ തുടർത്തു പോലുമില്ല. പക്ഷേ ഈ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ നമ്മളിപ്പോൾ +2 ഫിസിക്സ് എക്സാമിനേഷൻ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ എടുത്ത് നോക്കിയപ്പോൾ കാണാൻ സാധിച്ച കാര്യം, 15 മാർക്കിനാണ് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ചോദിച്ചത്. ഈ 15 മാർക്കിന് ന്യൂമറിക്കൽ ക്വസ്റ്റ്യനും സിംപിളി ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻ മാത്രമാണ് ചോദിച്ചത്. അപ്പോൾ നിങ്ങൾക്കും അങ്ങനെ തന്നെ ചോദിക്കത്തുള്ളൂ. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക, ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ്റെ ഓരോ വാല്യൂസ് നിങ്ങൾ എടുത്ത് നോക്കുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും ഏത് ഇക്വേഷനാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഏത് ഇക്വേഷൻ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഫൈനൽ ആൻസറിലോട്ട് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പായും കിട്ടുന്നതായിരിക്കും. പിന്നീട് വരുന്ന ഡെറിവേഷനാണ്. ഡെറിവേഷനൊക്കെ വളരെ നിസ്സാരമായി ഡയറക്റ്റ് ഹിറ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും. സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതായിരിക്കും, ചെയ്യുന്നതായിരിക്കും. പിന്നീട് വരുന്ന കൺസെപ്റ്റ് ക്വസ്റ്റ്യൻ പഠിക്കണമെന്നുണ്ടെങ്കിൽ എല്ലാ ലോസും നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ കൺസെപ്റ്റ് ക്വസ്റ്റ്യൻ ഏത് രീതിയിൽ എങ്ങനെയൊക്കെ കറക്കി ചോദിച്ചാലും നമുക്ക് എഴുതാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഫുൾ കോൺഫിഡൻസ് ആയിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക മക്കളെ, എക്സാമിന് പോവുക. ഒന്നുകൊണ്ടും പേടിക്കേണ്ട. ഇതുവരെ എന്ത് സംഭവിച്ചു അതിനിവിടെ ഒരു പ്രസക്തിയുമില്ല. ഇനി നമ്മളെ കൊണ്ട് എന്ത് സാധിക്കും അതിനാണ് ഇവിടെ പ്രസക്തി ഉള്ളത്. നിങ്ങളുടെ കൂടെ മക്കളെ ഞങ്ങളുണ്ടായിരിക്കും. സൂപ്പർ 60 അതേപോലെ തന്നെ ബൂസ്റ്റർ ഡോസുമായിട്ട് ഞങ്ങൾ വരുന്നുണ്ട്. പൂർവാധിക ശക്തിയായിട്ട് നമ്മൾ തിരിച്ചെത്തുക തന്നെ ചെയ്യും. അപ്പോൾ നമുക്ക് ലൈവിൽ കാണാം. ബൈ ബൈ.